ഡോക്ടറെ, അപ്പോൾ സ്ത്രീകളുടെ ആർത്തവചക്രവും അതേപോലെ സ്ട്രെസ്സും തമ്മിൽ ബന്ധമുണ്ടോ? ഓവുലേഷനും ആക്ച്വലി ഉണ്ട്. നമുക്ക് കോമൺ ആയിട്ട് പേഷ്യൻസ് വരുമ്പോൾ പറയുന്ന ഒരു കാര്യം എന്താണെന്ന്, പീരിയഡ്സ് ആയില്ല എന്ന് പറഞ്ഞു വരും. പ്രത്യേകിച്ച് കുട്ടികൾ എന്താണെന്ന് ചോദിച്ചു വരുമ്പോൾ എക്സാം ആയിരുന്നു, സ്ട്രെസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓവുലേഷൻ നടക്കില്ല. ഈ ഓവുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗ്ഗ് വിരിയുന്ന പ്രക്രിയ, അതുകൊണ്ടാണ് പീരിയഡ്സ് ഉണ്ടാവുന്നത്. 2 ആഴ്ച കഴിഞ്ഞുണ്ടാവും. ഇത് LHFSH എന്ന് പറയുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥി എന്നൊരു ഹോർമോൺ ഓവറി പോയി വർക്ക് ചെയ്തിട്ടുണ്ടാവണേ. ഇത് ബ്രെയിൻ്റെ ഡയറക്റ്റ് കണക്ഷനാണ്. സ്ട്രെസ് അടിച്ചാൽ ഓവുലേഷൻ ഉണ്ടാവില്ല, ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവും. അപ്പൊ ശരീരം തന്നെ ആ പരീക്ഷക്കായിട്ട് നമ്മളെ അതായത് യുദ്ധമുള്ള സമയത്ത് ഓവുലേഷൻ ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾ കുറവായിരിക്കും, പോസ്റ്റ് വാർ കൂടുതലായിരിക്കും. യുദ്ധങ്ങൾ നടന്നപ്പോൾ World War I, World War II അങ്ങനെയായിരുന്നു. സ്ത്രീകൾ ഓവുലേറ്റ് ചെയ്യില്ല, ബേബി ബൂം വന്നത്. കാരണം സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ ഓവുലേഷൻ നടക്കില്ല. പ്രകൃതിക്ക് അറിയാം, നോട്ട് റെഡി ഫോർ പാരന്റിങ്. അതേപോലെ സ്ട്രെസ്സും ഓർഗാസവും തമ്മിൽ ബന്ധമുണ്ടോ? ഉണ്ടല്ലോ, എല്ലാം ഇന്റർ കണക്റ്റഡാ. ഓർഗാസം ഉണ്ടാവില്ല. യെസ്, പുരുഷന്മാർക്ക് സ്ട്രെസ് കൂടുതലായി കഴിഞ്ഞാൽ ഇറക്ഷൻ തന്നെ ഉണ്ടാവില്ല. ഒരു 30% ഓഫ് മെൻ എപ്പോഴെങ്കിലൊക്കെ ലൈഫിൽ ഇറക്ടൈൽ പ്രോബ്ലം ഉണ്ട്. അത്ര കോമൺ ആണ്, ഭയങ്കര കോമൺ ആണ് ഇറക്ടൈൽ. ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ കോമൺ ആണ്. സ്ട്രെസ് ഉണ്ടെങ്കിൽ പറയേ വേണ്ട. അപ്പൊ ഇറക്ഷൻ ഇല്ലെങ്കിൽ ഫസ്റ്റ് കറക്റ്റ് ചെയ്യേണ്ട സാധനം സ്ട്രെസ് ആണ്. അത്ര ഇമ്പോർട്ടൻസ്, അത്ര ഇമ്പോർട്ടൻ്റ്. അതേപോലെ ഡോക്ടറെ, ലേഡീസിന് എങ്ങനെയാണ്? ലേഡീസിന് ഏതെങ്ങനെയാണെന്ന്, അതായത് സ്ട്രെസ്, ഹൗ ഡസ് ഇറ്റ് എഫക്ട് ദെയർ എബിലിറ്റി ടു ഓർഗാസം? ഓർഗാസം ഇത് എല്ലാം ഹോർമോൺ റിലേറ്റഡ് ആണ്. അപ്പൊ അവരുടെ ഓവുലേഷൻ നടന്നില്ലെങ്കിൽ അവർക്ക് ഈസ്ട്രജൻ ഹോർമോണും ലൂബ്രിക്കേഷൻ ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് ചിലപ്പോൾ പെയിൻ ഉണ്ടാവാം. ഈ സ്ട്രെസ് ചിലപ്പോൾ വർക്കെന്ന് മാത്രമായിരിക്കില്ല, റിലേഷൻഷിപ്പ് ആയിരിക്കാം, പാർട്ട്ണറുമായിട്ടുള്ള പ്രോബ്ലം ആണെങ്കിൽ അത് ഇമോഷണൽ ഉണ്ടാവും, സൈക്കോളജിക്കൽ ഉണ്ടാവും, അല്ലെങ്കിൽ സമയമില്ല, അല്ലെങ്കിൽ എനർജി തീർന്നു പോയി, ബേൺഡ് ഔട്ട് ഒക്കെ ആണെങ്കിൽ ബോഡിയിൽ എനർജി കോൺസ്റ്റന്റ് അല്ലേ. അപ്പോൾ ബോഡി തന്നെ, നേരത്തെ ഞാൻ ഒരു എപ്പിസോഡിൽ പറഞ്ഞു, അസുഖം വന്നു കഴിയുമ്പോൾ ഓർഗാസം ഉണ്ടാവാത്ത സിമിലർ പ്രിൻസിപ്പിൾ ഉണ്ടാവും. എനർജി ഇല്ല ബോഡിക്ക്, സ്ട്രെസ്ഡ് ഔട്ടാ. പിന്നെ ഈ ന്യൂറോളജിക്കൽ വർക്ക്, പാരാസിമ്പത്തറ്റിക്കിന്റെ ആക്ഷൻ കൊണ്ടാണ് ഓർഗാസം ഉണ്ടാവുന്നത്. സ്ട്രെസ് അതിന്റെ ഓപ്പോസിറ്റാ. പുരുഷന്മാർക്ക് ഇറക്ഷൻ ഉണ്ടാവുന്നത് പാരാസിമ്പത്തറ്റിക് ആക്ഷൻ ആണ്. അത് അനാറ്റമിയിൽ ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് എങ്ങനെ ഇറക്ഷൻ ഉണ്ടാവുന്നു എന്ന്. സിമ്പത്തറ്റിക് വന്നാൽ അപ്പം പോവും, ഇറക്ഷൻ പോവും. അതുകൊണ്ടാണ് കോൺഷ്യസ് ആയാൽ കോൺഷ്യസ് ആയ ഇറക്ഷൻ ഉണ്ടാവില്ല. അത് വലിയ ടോപ്പിക്കാണ്, നമ്മൾ അതിലേക്ക് പോകുന്നുണ്ട്, വിശദമായിട്ട് പോകുന്നുണ്ട്. അതേപോലെ സ്ട്രെസ് കൊണ്ട് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടാവാമോ? പിന്നെ എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ സ്ട്രെസ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു ക്ഷമ കുറയും, പേഷ്യൻസ് കുറയും. അപ്പോൾ തല്ലുപിടുത്തം കൂടും. അതായത് ഒത്തിരി വർക്ക് ലോഡ്, ബോസിൻ്റെ പ്രഷർ, യാത്ര ചെയ്ത് ബസ്സിൽ കഷ്ടപ്പെട്ട് വന്ന ഒരു സ്ത്രീ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കൊച്ചുങ്ങൾ എന്തെങ്കിലും വെച്ചാൽ ഒറ്റ ചീത്ത അങ്ങോട്ട് പറയൂലേ, പഠിക്കാനിരുന്ന ചീത്ത. കോമൺ സെൻസ്, സിമ്പിൾ ഉണ്ടാവും. പിന്നെ നമുക്ക് ഈ സ്ട്രെസ്സിനെ എങ്ങനെ മറികടക്കാം എന്നുള്ളതിന് പറഞ്ഞ ജനറൽ കാര്യങ്ങളുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ അതിനൊരു മെഡിക്കലി തന്നെ അതിനെ മാനേജ് ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ അടുത്ത് വരുന്നത് മെയിൻലി സെക്ഷൽ ഡിസ്ഫങ്ഷൻ ആൾക്കാർ. അവരുടെ സ്ട്രെസ് മാനേജ്മെൻറ്റ് നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കോളജിക്കലായിട്ടുള്ള ഒരു കൗൺസിലിംഗ്, തെറാപ്പി, പല സെഷൻസ് അത് കൊടുക്കുമ്പോൾ ആളുകളുടെ സ്ട്രെസ്സും ആങ്സൈറ്റിയും പ്രോബ്ലംസും ചിലപ്പോൾ കുറയും. ചിലവർക്ക് നമ്മൾക്ക് ഈവൻ സൈക്കാട്രിക് അസസ്മെൻറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ മെഡിസിൻസ് കൊടുക്കേണ്ടി വരും. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഈ സ്ലീപ്പ് എഫക്റ്റഡ് ആവും എന്ന് പറഞ്ഞല്ലോ. സ്ലീപ്പ് കറക്ഷന് നമ്മുടെ ബ്രെയിനിൽ തന്നെ മെലറ്റോണിൻ എന്ന് പറഞ്ഞൊരു കെമിക്കൽ റിലീസ് ആകുമ്പോഴാണ് ഉറക്കം കറക്റ്റ് ആവണേ. അത് കറക്റ്റ് ആവാൻ നമുക്ക് മെലറ്റോണിൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ സ്ലീപ്പ് കറക്റ്റ് ആകുമ്പം സ്ട്രെസ് കുറയും, തിരിച്ചും വൈസ് വേഴ്സ. ആക്ച്വലി സ്ട്രെസ് ഭയങ്കരമായിട്ട് കുറവാവും ഉറക്കം ശരിയാവുമ്പോൾ. അതുപോലെ വേറെ എന്തൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും നമുക്ക് സ്ട്രെസ് കുറയ്ക്കാനായിട്ട്? അതായത് 2-3 ഹാബിറ്റ്സ് നമുക്ക് ലൈഫിൽ ഇൻകൾക്കേറ്റ് ചെയ്താൽ സ്ട്രെസ് കുറക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെന്താണ് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്? നമ്മളിപ്പോൾ ഈ കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ കൗൺസിലേഴ്സ് കോമൺ ആയിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ അവർ പഠിപ്പിച്ചു കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ജനറൽ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാൻ, നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ്, ഒരു എല്ലാത്തിനോടും നമുക്ക് കിട്ടുന്ന കാര്യങ്ങളോട് നന്ദി പ്രകടിപ്പിക്കുക. അപ്പം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് കൂടുതൽ പോസിറ്റീവ് ആവും. അപ്പോൾ അവർ പറയണത് എന്താ വെച്ചാൽ, ഐദർ രാത്രി കിടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ രാവിലെ ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഡയറി കീപ്പ് ചെയ്യുക. പിന്നെ അഫർമേഷൻസ്, പോസിറ്റീവ് അഫർമേഷൻ എന്ന് പറയും. ഗ്രാറ്റിറ്റ്യൂഡ് ഡയറി എന്ന് പറഞ്ഞാൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് എഴുതാനാണ് പറയുന്നത്. കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് ഇതാവും. നമ്മൾ അന്ന് നടന്ന എന്തെങ്കിലും ഒരു 10 നല്ല കാര്യം, അല്ലെങ്കിൽ 5 ആയാലും കുഴപ്പമില്ല, നല്ല കാര്യങ്ങൾ താങ്ക് യു നോട്ട് പോലെ നമ്മൾ എഴുതുക.
എല്ലാവരുടെ ലൈഫിലും എല്ലാ കാര്യങ്ങളും ചീത്തയല്ലല്ലോ, എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈവൻ സ്മോൾ, ഇന്ന് കണ്ട സിനിമ നല്ലതായിരുന്നു, ഇന്നത്തെ ഫുഡ് നല്ലതായിരുന്നു, ഇന്ന് ഞാൻ ഡ്രസ്സ് ചെയ്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു, ഇന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കണ്ടു, ഇന്ന് എന്നെ എനിക്ക് നല്ല മാർക്ക് കിട്ടി. എനിത്തിങ്, നിങ്ങൾക്കുള്ള എന്തെങ്കിലും ഒരു നല്ല കാര്യം എല്ലാ ദിവസവും എഴുതുക. ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് ഓപ്പൺ ആവും. അപ്പോൾ അത് ഡയറക്റ്റ്ലി ഫീഡാവും. അതിന് പകരം വല്ലവരുടെ സോഷ്യൽ മീഡിയ കാര്യങ്ങളും ന്യൂസും കാണാതിരിക്കുക. ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പും എണിച്ച ഉടനെ ഫസ്റ്റ് തിങ്. പിന്നത്തെയാണ് പോസിറ്റീവ് അഫർമേഷൻസ്. അഫർമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളെക്കുറിച്ച് നല്ല ഒരു ഫീലിംഗ് നമ്മളുടെ വരാൻ വേണ്ടിയിട്ട് നമ്മളെക്കുറിച്ച് എന്തെങ്കിലും 5-10 നല്ല കാര്യങ്ങൾ. ഇപ്പോൾ രാത്രി ഗ്രാറ്റിറ്റ്യൂഡ് ഡയറി എഴുതുക, രാവിലെ അഫർമേഷൻ ചെയ്യാം. നമ്മൾ എണിച്ചിട്ട് ഞാൻ എന്ത് കൈൻഡ് പേഴ്സണാണ്, ഞാൻ ഇന്നലെ നടന്നു പോയപ്പം ഒരാൾക്ക് ആവശ്യം വന്ന് ഞാൻ ഹെൽപ്പ് ചെയ്തു. ഇങ്ങനെ നമുക്കിങ്ങനെ ചിന്തിക്കാം. അല്ലെങ്കിൽ ഞാൻ ഇന്നലെ എൻ്റെ മദറിനെ വിളിച്ചു കാര്യം അന്വേഷിച്ചു, അല്ലെങ്കിൽ ഞാൻ ഇന്നലെ എൻ്റെ കൊളീഗിന് ബുദ്ധിമുട്ട് വന്ന് ഞാൻ ഹെൽപ്പ് ചെയ്തു. സോ ഐ എം ഗുഡ്, ഐ എം കൈൻഡ്. അപ്പോൾ നമുക്കത് പ്രോഗ്രാം ചെയ്യാം. ആണ്, ഐ എം ഹെൽത്തി. എന്ത് വേണമെങ്കിലും പോസിറ്റീവ് അഫർമേഷൻസ് വരുമ്പം അത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് വരും. കാരണം നമുക്ക് നമ്മളെന്താണെന്ന് അറിയാമല്ലോ, വേറെ ആരും പറയണ്ടല്ലോ. അപ്പം നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യും. സ്ട്രെസ്സ് കുറയ്ക്കാൻ ഇങ്ങനെയുള്ള പ്രാക്ടിക്കൽ കുറേ എക്സസൈസുകൾ ഒരുപാടുണ്ട്. ആൻഡ് തെറാപ്പി ഹെൽപ്പ് ചെയ്യും, കൗൺസിലേഴ്സ് അതിനെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ സ്ട്രെസ് ഉള്ള എല്ലാവർക്കും മനസ്സിലാവോ തനിക്ക് സ്ട്രെസ് ഉണ്ടെന്ന്? ഇല്ല, മനസ്സിലാവില്ല, എല്ലാവർക്കും മനസ്സിലാവില്ല. അപ്പോൾ ഒരു സാധാരണക്കാരന് എങ്ങനെ മനസ്സിലാക്കുക, എന്താണ് അതിൻ്റെ ഒരു ലക്ഷണങ്ങൾ? അല്ലെങ്കിൽ ഒരു പാർട്ട്ണർക്ക് ഇപ്പൊ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അപ്പൊ ചിലപ്പോൾ തന്നെ മനസ്സിലായെന്ന് വരില്ല, പക്ഷെ ഒരു പാർട്ട്ണർക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അതെങ്ങനെ ചെയ്യാൻ പറ്റും ഡോക്ടർ? അതാണ് ഏറ്റവും വലിയ തമാശ. നമ്മളുടെ മെഡിക്കലി ഒരു ആശുപത്രിയിൽ വരുന്നതിൽ ഒരു 80% പ്രശ്നങ്ങളും സ്ട്രെസ്സ് കൊണ്ടാണ്. ലൈക്ക് തലവേദന, കഴുത്ത് വേദന, വയറുവേദന, വയറിളക്കം, അല്ലെങ്കിൽ നെഞ്ചരിച്ചിൽ, ഇവിടെ ഇങ്ങനെ എരിച്ചിൽ വരുന്നത്, ആസ്മ വരുന്നത്, എക്സീമ വരുന്നത്, നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ജലദോഷം വരുന്നത്. നിങ്ങൾ സ്ട്രെസ് അടിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കുറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് കോൾഡ് വരുന്നത്. യു ആർ സ്ട്രെസ്ഡ് ഔട്ട്. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റിയോട് നിങ്ങൾക്ക് വരില്ല. അപ്പം ആശുപത്രിയിൽ വരുന്ന മിക്ക കേസുകളും നിങ്ങൾ സ്ട്രെസ്ഡ് ഔട്ട് ആയിട്ടാണ്. സോ ഇഫ് യു ആർ നോട്ട് വെൽ, ദാറ്റ് മീൻസ് യു ആർ സ്ട്രെസ്ഡ് ഔട്ട് ഓർ ബേൺഡ് ഔട്ട്. പിന്നെ മറ്റ് ഈ ഡിപ്രഷൻ സ്കോറിൽ നോക്കുന്നുണ്ട്, നിങ്ങളിങ്ങനെ കുറേ സ്കോർ സാധനങ്ങളുണ്ട്, അത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ജനറലി അസുഖങ്ങൾ വരുന്നുണ്ടെങ്കിൽ യു ആർ സ്ട്രെസ്ഡ് ഔട്ട്. ആദ്യത്തേത് ചിലവർക്ക് ഇത് കൂടി പാൽപിറ്റേഷൻ, ഹാർട്ട് ബീറ്റ് സ്പീഡിലടിക്കാം, അല്ലെങ്കിൽ ഉറക്കമില്ലാണ്ടിരിക്കുക, അല്ലെങ്കിൽ സെക്സിൽ താല്പര്യം ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ ജീവിതത്തിനോട് ഒരു നിരാശ തോന്നുക, ജോലി മാറണം തോന്നുക, പാർട്ട്ണറുടെ ഇഷ്ടം തോന്നാതിരിക്കുക, അല്ലെങ്കിൽ മനസ്സിലായില്ലേ, ഒരുപാട് സിംറ്റംസ് ഉണ്ട്. സൊമാറ്റിക് സിംറ്റംസ് എന്ന് പറയും നമ്മൾ. മിക്ക അസുഖങ്ങളും സ്ട്രെസ്സിൻ്റെ മാനിഫെസ്റ്റേഷനാണ്. അപ്പോൾ ഇത് ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ എത്ര സമയം എടുക്കും ഇത് മാറ്റിയെടുക്കാൻ? അത് ഡിപ്പെൻഡ്. ഓരോരുത്തർക്കും ഓരോ ലെവലിലായിരിക്കും, പലർക്കും പലതായിരിക്കും ആവശ്യം. ട്രീറ്റ്മെൻറ്റ് മാത്രം മതിയാവില്ല, അത് ഒരു വലിയ സബ്ജക്റ്റാണ്. പക്ഷെ ഇത് ക്യൂർ ചെയ്യാൻ പറ്റാറുണ്ടോ? സ്ട്രെസ്സ് നമ്മളുടെ ചോയ്സാണ്, നമുക്ക് മാറ്റാൻ പറ്റും. നിങ്ങൾ സ്ട്രെസ് നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ ജീവിതം ഇരിക്കുന്നത്, വല്ലവരുടെയും കയ്യിലല്ല. ആൾക്കാർ അത് എന്തുകൊണ്ടാണ് റിയലൈസ് ചെയ്യാത്ത? നമ്മുടെ ജീവിതത്തിൽ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് വരുത്താതെ ഒരു ചേഞ്ച് നമ്മളുടെ ഹെൽത്തിലോ സ്ട്രെസ്സിലോ ഉണ്ടാവില്ല. ജോലി സ്ട്രെസ്ഡ് ഔട്ട് ആയാൽ നിങ്ങൾ മരുന്ന് കഴിച്ചാണോ വേണ്ടേ? അല്ല, ആ ജോലി മാറി വേറെ ജോലി ചെയ്യണം. അതല്ല, നിങ്ങൾ ഒത്തിരി ബാഡ് റിലേഷൻഷിപ്പിലാണ്, മാരിറ്റൽ റിലേഷൻഷിപ്പിൽ, അത് മാറാതെ നിങ്ങളുടെ സ്ട്രെസ്സ് മാറില്ല. യു ഹാവ് ടു ചേഞ്ച് യുവർ ലൈഫ് ടു മേക്ക് ഇത്. അതായത് സ്ട്രെസ്സിന്റെ സോഴ്സ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അത് കറക്റ്റ് ചെയ്യണം. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാതെ ഗുളിക കഴിക്കുന്നതോ കുറച്ച് എക്സസൈസ് ചെയ്താൽ മാറില്ല. ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യണം, പെർസെപ്ഷൻ ചേഞ്ച് ചെയ്യണം, സ്ട്രെസ് റെക്കഗ്നൈസ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ സ്ട്രെസ് അടിച്ചടിച്ച് അറിയാതെ ഹാർട്ട് അറ്റാക്ക് വരാം, അല്ലെങ്കിൽ വേറെ ഡിസീസ് വരാം. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, കാർഡിയോളജിസ്റ്റ്. കഴിഞ്ഞ ദിവസം പറയുമായിരുന്നു, എൻ്റെ അടുത്ത് ക്ലാസ്മേറ്റാണ്, പണ്ടൊക്കെ അവർ 50s 60s ഹാർട്ട് അറ്റാക്ക് ആയിട്ട് പേഷ്യൻറ്റിനെ കൊണ്ടുവരുന്നത്, ഇപ്പം 30s. എൻ്റെ സ്വന്തം കസിൻ മരിച്ചിട്ടുണ്ട്, 33 years ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് കസിൻ മരിച്ചിട്ടുണ്ട്. സോ ഇറ്റ്സ് എ വെരി ബാഡ് തിങ്.